ഹരി ഓം. എല്ലാവർക്കും നല്ല നമസ്കാരം. ലിയോസ് മഹാശ്രവദിക് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സഹസ്രം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ വീഡിയോ പ്രധാനമായിട്ടും എന്താണ് നിർമ്മാല്യ ദർശനം എന്നതിനെ പറ്റിയിട്ട് പറയാനാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, തിരുമേനി മനസ്സിലെ ഒരാഗ്രഹങ്ങളും നടക്കുന്നില്ല, തൊഴിൽ തടസ്സങ്ങൾ, വീട്ടിലാണെങ്കിൽ കലഹം, വാക്ക് തർക്കം, ഒരു സമാധാനം കിട്ടുന്നില്ല, കുറേ പൈസ പലയിടത്തും കൊണ്ടുവന്ന് കളയുന്നുണ്ട്, ഒന്നിലും അങ്ങോട്ട് ഗതി പിടിക്കുന്നില്ല തിരുമേനി എന്ന് പലരും എൻ്റെ അടുത്ത് വന്നിങ്ങനെ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രൂപ ചിലവില്ല. നമ്മളുടെ തൊട്ടടുത്തുള്ള ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിൽ ശുദ്ധിയോടും വൃത്തിയോടും കുളിച്ച് വൃത്തിയോടെ എല്ലാ വെളുപ്പിനെയും നിർമ്മാല്യ ദർശനം, ആ ഭഗവാന്റെ നിർമ്മാല്യം കണ്ടു തൊഴുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ആഗ്രഹം ഭഗവാൻ നടത്തിത്തരും. എല്ലാ ദിവസവും വെളുപ്പാങ്കാലത്ത് കുളിച്ച് ശുദ്ധിയോടുകൂടി നട തുറക്കുമ്പോൾ ആ ഭഗവാനെ കണ്ട് തൊഴുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാന്റെ ചൈതന്യം നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും, നമ്മുടെ ഭവനത്തിലും ഉണ്ടാവും. ഭവനത്തിലുള്ള എല്ലാ കലഹങ്ങളും മാറ്റി ആ ഭവനത്തിൽ ഐശ്വര്യവും സമാധാനവും ഭഗവാന്റെ ചൈതന്യവും നിറയും ഉറപ്പായിട്ടും. കാര്യം അതിനപ്പുറം ഒരു സയൻറ്റിഫിക് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പാങ്കാലം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. ക്ഷേത്രങ്ങളെന്ന് പറയുന്നതും ആരാധനാലയങ്ങളെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ ഉറപ്പായിട്ടും അത്തരത്തിലൊരു മന്ദിരത്തിൽ നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളിലെ ചിന്തകൾ ഉണരുകയും നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നടക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. അത് പൂർവികരായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും കുളിച്ച് ശുദ്ധിയോട് വൃത്തിയോടെ വെളുപ്പാങ്കാലത്ത് ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമം തന്നെയാണ്. അതുപോലെ തന്നെ ഭഗവാനെ കാണാൻ പോകുമ്പോൾ കയ്യിൽ പുഷ്പങ്ങളുണ്ടാകുന്നതും നല്ലത് തന്നെ. ഭഗവാനെ നമ്മൾ വെറും കൈയോടുകൂടി ഒരു ക്ഷേത്രങ്ങളിലും പോയി കാണരുത്. ഭഗവാനെ നേദിക്കാൻ വേണ്ടുന്ന അല്ലെങ്കിൽ ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടുന്ന ഒരു പുഷ്പമെങ്കിലും കയ്യിലുണ്ടാവണം. നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ കാണും, എല്ലാ വീടുകളിലും ഇപ്പോൾ പുഷ്പങ്ങളുണ്ട്. കുറച്ച് പുഷ്പങ്ങൾ എടുത്തിട്ട് വേണം എല്ലാ വെളുപ്പിനെയും നമ്മൾ ഭഗവാനെ കണ്ടു തൊഴാൻ വേണ്ടി പോകേണ്ടത് ക്ഷേത്രത്തിൽ. ഉറപ്പായിട്ടും തുടർച്ചയായിട്ട് ഇതിനൊരു കണക്ക് പറയുന്നില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, നമുക്ക് ആവതുള്ള കാലം വരെയും നമ്മൾ എല്ലാ വെളുപ്പിനെയും ക്ഷേത്ര ദർശനം കണ്ട്, അതായത് നിർമ്മാലയം കണ്ട് തൊഴുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുകയും വീട്ടിലെ കലഹങ്ങളെല്ലാം മാറി വീട്ടിൽ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. തൊഴിൽ തടസ്സം, സാമ്പത്തിക തടസ്സം, എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ ഈ ഒരൊറ്റ വഴിപാട് മാത്രം ചെയ്താൽ മതി. നിർമ്മാല്യ ദർശനം എല്ലാ ദിവസവും. ആ തുടക്കക്കാർക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെളുപ്പിനെ എഴുന്നേൽക്കുന്നതൊക്കെ. അങ്ങനെയൊന്നുമില്ല. 2 ദിവസം നമ്മൾ എഴുന്നേറ്റ് നോക്കും, 3ൻ്റെ അന്ന് നമ്മൾ തനിയെ എഴുന്നേക്കും. ഒരലാറമോ ആരെയും കൊണ്ട് വിളിപ്പിക്കാനോ നിൽക്കണ്ട. നമ്മൾ ഉറപ്പായിട്ടും തന്നെ 3ൻ്റെ അന്ന് നമ്മൾ എഴുന്നേറ്റ് ഭഗവാനെ പോയി തൊഴും. ഇതിനൊരു കണക്ക് പറയുന്നില്ല. ചിലവരൊക്കെ 12 എന്ന് പറയുന്നുണ്ട്. 12 വരെ ഒന്നുമല്ല, നമുക്ക് ആവതുള്ള കാലം വരെ നമ്മൾ ഭഗവാനെ തൊഴുവാൻ പോകണം. വെളുപ്പിനെ നമുക്ക് പറ്റാവുന്ന അത്രത്തോളം എല്ലാ നിർമ്മാല്യവും നമ്മൾ കണ്ടു തൊഴുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് ആ ആഗ്രഹം നടന്നിരിക്കും. സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും, തൊഴിൽ കിട്ടും, തൊഴിൽ തടസ്സം മാറിക്കിട്ടും, നല്ലൊരു ഭവനം വെക്കാനായിട്ടുള്ളൊരവസരം ഭവനമില്ലാത്തവർക്ക് നൽകും. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. രോഗദുരിതങ്ങൾ ഉൾപ്പെടെയുള്ളത് മാറിക്കിട്ടും. എല്ലാവരും എല്ലാ ദിവസവും വൃത്തിയോടെയും ശുദ്ധിയോടെയും നിർമ്മാല്യ ദർശനം കണ്ടു തൊഴുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നടക്കുകയും തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.